ഗൈസ് ലെറ്റ്സ് മേക്ക് അവക്കാഡോ ടോസ്റ്റ് ഗൈസ്. നമുക്കിന്നൊരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ അവക്കാഡോ ഉണ്ട്. ആൻഡ് ഞാൻ ആദ്യം അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ട്രൈ ചെയ്യുന്ന സമയത്ത് പച്ച അവക്കാഡോ വെച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കിട്ടുന്ന സാധനം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ അവക്കാഡോ വേസ്റ്റ് ആയിപ്പോയി ഗൈസ്. അത് പിന്നെ തിന്നുമായിരുന്നു, അത് ടേസ്റ്റ് എടുക്കുന്നത് എന്തൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവക്കാഡോ പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പഴുത്ത അവക്കാഡോ എടുത്തിട്ട് വേണം അവക്കാഡോ ടോസ്റ്റും ഷേക്കും എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ പഴുത്ത അവക്കാഡോ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഞെങ്ങണം, ചെറിയ ഞെങ്ങാൻ ഉണ്ടാവും. പക്ഷേ ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ട് ടോസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. ടോസ്റ്റ് ഉണ്ടാക്കാം. അതിങ്ങനെ ബട്ടർ പോലെതാ, സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യേണ്ട അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്തു തരാം. ഇതാണ് നമ്മുടെ അവക്കാഡോ ഷെൽ. ദിസ് ഈസ് അവർ അവക്കാഡോയുടെ കുരു. നമുക്കിത് സ്മാഷ് ചെയ്യാം ഗൈസ്. ഇതിങ്ങനെ സ്മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് തോന്നിയ ഇൻഗ്രീഡിയൻസ് ഇടാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ബെറ്റർ. പക്ഷെ നമ്മുടെ അടുത്ത് ഈ പാസങ്ങളൊന്നും ഇല്ല. തക്കാളി നമ്മൾ ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ല പേസ്റ്റ് ആക്കുക. എന്നിട്ട് ഇനി ഉള്ളി അരിഞ്ഞിട്ടിടണം, തക്കാളി ഇടണം, പച്ചമുളക് ഇടണം, കുറച്ച് ഗരം മസാല ഇടണം, കുറച്ച് ഉപ്പിടണം, കുറച്ചും അത്രയൊക്കെ വേണ്ടു. എനിക്കൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് കഴിച്ചിടാം ഗൈസ്. അതായത് ബാക്കി സാധനം പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ലാസ്റ്റ് മിക്സ്ചർ കാണിച്ചാൽ എക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഗൈസ്. നമ്മൾ സാധനങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. ഉള്ളിയും പച്ചമുളകും ഉണ്ട്, തക്കാളി ഇല്ല. ആൻഡ് നമ്മളിതുണ്ടോ, ഉള്ളിയും പച്ചമുളകെല്ലാം അരിഞ്ഞു വെച്ച് അവക്കാഡോ പേസ്റ്റ് ആക്കി ഈ തക്കാളി മേടിക്കാൻ പുറത്തോണം. തക്കാളി മേടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. എന്തായാലും ആ സമയത്തൊരു നരയും കൂടി മേടിച്ചേക്കാം, പിന്നെ എല്ലാം ഉഷാറാവില്ലോ. സാധനം മേടിച്ചിട്ട് വരാം ഗൈസ്. ഇങ്ങനെ നമ്മളെ മിക്സ്ചർ റെഡിയായി ഗൈസ്. നമ്മളിതിനകത്ത് തക്കാളി അരിഞ്ഞിട്ടു, നാരങ്ങ നീര് ഒഴിച്ചു, ഉപ്പും കുരുമുളകും ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ബ്രൗൺ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഗൈസ്. എന്നിട്ട് തേച്ചിട്ട് കഴിക്കാം. നമ്മളിതാ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രെഡ്. ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേസ്റ്റ് തിന്നാൽ മതി, പരിപാടി കഴിഞ്ഞു. നമ്മൾ ഒരു അവക്കാഡോ ഇനിയും ഇത്രയും ഒരു സാൻഡ്വിച്ച് കൂടി ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട്. നമ്മൾ രണ്ടെണ്ണത്തിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്തു ഗൈസ്, കൊള്ളാം. നല്ല ഉള്ളിയും പച്ചമുളകും ഇട്ടുകൊണ്ട് അവക്കാഡോ ടേസ്റ്റ് അങ്ങനെ എടുത്തു തുടങ്ങില്ല. എനിക്കൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, കുഴപ്പമില്ല.